കുന്നമംഗലം പഞ്ചായത്തിലെ UDFന്റെ 2 അംഗങ്ങളെ അയോഗ്യരാക്കിയ മുൻസിഫ് കോടതിയുടെ നടപടി ജില്ലാ കോടതി സ്റ്റേ ചെയ്തു. കേസിൽ കോടതി വിശദമായ വാദം കേൾക്കും. സമീർ സി മുഹമ്മദ് ഉണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന്. സമീർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, സുപ്രധാനമായ ഒരു നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഈ കുന്നമംഗലം പഞ്ചായത്തിലെ 2 കൗൺസിൽ അംഗങ്ങളെ മുൻസിഫ് കോടതി അയോഗ്യരാക്കിയിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ ഇവർ ചില കാര്യങ്ങൾ മറച്ചുവെച്ചു. അതായത് പഞ്ചായത്തിലേക്ക് ഈ മുൻ ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള ഈ 2 പേരും കൗലത്തും ജിഷയും പണം അടക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ആ പണം അടച്ചില്ല എന്ന് മാത്രമല്ല, അക്കാര്യങ്ങളെല്ലാം തന്നെ നാമനിർദ്ദേശ പത്രികയിൽ ഉൾപ്പെടുത്തിയതുമില്ല. ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇടത് അംഗങ്ങൾ കോടതിയെ സമീപിച്ചത്. ആ വേളയിൽ മുൻസിഫ് കോടതി അക്കാര്യങ്ങൾ പരിശോധിക്കുകയും തുടർന്ന് ഈ 2 അംഗങ്ങളെ അയോഗ്യരാക്കുകയും ചെയ്തു. മാത്രമല്ല, ഇവരുടെ എതിർ സ്ഥാനാർത്ഥികളായ 2 ഇടത് അംഗങ്ങളെ വിജയികളായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് UDF കോടതിയെ സമീപിച്ചത്. ആ നടപടിയിലാണ് ജില്ലാ കോടതി ഇപ്പോൾ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. ഈ മുൻസിഫ് കോടതിയുടെ നടപടി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു. ആ നടപടിയിൽ വിശദമായിട്ടുള്ള വാദം ആവശ്യമാണെന്നും വിശദമായി പരിശോധിച്ച ശേഷം അന്തിമ വിധി പ്രസ്താവിക്കാമെന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് കൗലത്തിനും ജിഷയ്ക്കും ഈ ഭരണസമിതി അംഗങ്ങളായിക്കൊണ്ട് അവർക്ക് തുടരാൻ അനുമതിയുണ്ട്. ഒപ്പം തന്നെ നേരത്തെ മുൻസിഫ് കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ 2 അംഗങ്ങൾ ഇടത് അംഗങ്ങളായ 2 അംഗങ്ങൾ ഭരണസമിതിയിൽ എത്തിയിരുന്നു. ആ 2 അംഗങ്ങളെയും അയോഗ്യരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ശരി സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.